Hello everyone, welcome back to Raj Talks. Batwara 1947, writer, director Rajkumar Sandoshi, production house Amir Khan Productions, starring Sunny Deol Mona, Aryan Deol, Preeti Sinda, Shabana Asmi, പിന്നെ നമ്മുടെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാനിൽ അഭിനയിച്ചൊരു മനുഷ്യനുണ്ടല്ലോ സിക്കന്ദർ, മറ്റേ കാവിപ്പടയുടെ നേതാവായിട്ട് വരുന്ന ഒരു ചങ്ങാതി, ആ പുള്ളി, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റുകളുണ്ട്. പിന്നെ പുള്ളിയുടെ ഈ സിക്കന്ദർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ അടിയാളുകളായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം ക്രൂരന്മാരായതുകൊണ്ട് ഒരാൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ഒരാൾ ക്ലീൻ ഷേവ്, അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ടെറർ തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ സൈഡ് കാസ്റ്റുകൾ. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം 1947 ഓഗസ്റ്റ് 14, തുടക്കം തന്നെ അതിനാടകീയത. പക്ഷെ ആ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. ആൾക്കാർ തമ്മിൽ തമ്മിൽ കൊല്ലുന്നു, മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുന്നു. മുസ്ലിമായിട്ടുള്ള സണ്ണി ഡിയോളിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു മകൾ, പ്രായപൂർത്തിയായ ഒരു മകൻ, അങ്ങനെയൊക്കെയുള്ള ഇവർ ഇതെൻ്റെ നാടാണ്, എൻ്റെ ആൾക്കാരാണ്, ഇവരാരും എന്നെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് കിട്ടിയ സാധനങ്ങളെല്ലാം പറക്കിയെടുത്ത് പാകിസ്ഥാനിലെ ലാഹോറിലേക്കുള്ള ട്രെയിനിലേക്ക് കയറി പോകേണ്ട ഒരവസ്ഥ വേദനാജനകമാണ്. അത് കണ്ടിരിക്കുന്നതിൻ്റെ പെയിൻ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഇപ്പം ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ത്രൂ ഔട്ട് ആലോചിച്ചൊരു കാര്യം, അന്നും മതമാണ് പ്രശ്നം, ഇന്നും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷങ്ങൾക്കപ്പുറവും നമ്മുടെ ശരിക്കുള്ള പ്രശ്നങ്ങളും മതത്തിൽ നിന്നുള്ള മുക്തിയൊന്നും ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഈ ഒരു ജനത എന്നുള്ള രീതിയിൽ നമ്മൾ നേടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ബാക്കിയുള്ള നാട്ടുകാരെ കളിയാക്കുമ്പോഴും ഇത്തരം സിനിമകളും ഇത്തരം ടോപ്പിക്കുകളും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ സിനിമയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഒരു 90കളിൽ എടുക്കേണ്ട പടം ഇപ്പൊ 2026 എടുത്തു വെച്ചിരിക്കുന്നത് പോലെയാണ് പൊതുവേ എനിക്ക് തോന്നുന്നത്. അതി ഡ്രാമ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ പടത്തിൻ്റെ ഇടയ്ക്ക് പോലീസ് ആയാലും ശരി, ബോർഡർ ആയാലും ശരി, ഇനി മത ടെററിസ്റ്റുകളായാലും ശരി, ഇവരെയൊക്കെ എടുത്തിട്ട് തുണി അലക്കുന്ന പോലെ അലക്കുന്ന സണ്ണി ഡിയോൾ ആക്രോശത്തോട് ആക്രോശം. പുള്ളിക്ക് ആ പരിപാടി നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ബോർഡർ 2-ലാണെങ്കിലും ശരി, ബോർഡർ 1-ലാണെങ്കിലും ശരി, ഖത്തക്കിലാണെങ്കിലും ഘായലിലാണെങ്കിലും. മറ്റേ ബോർഡർ കടന്നിട്ട് ഒരു പടം ഉണ്ടായിരുന്നല്ലോ, പമ്പ് സെറ്റൊക്കെ ഊരി പുള്ളി അടിക്കുന്നുണ്ട്, അമീഷ പട്ടേലൊക്കെ ഉള്ള. ആ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഗാഥ പ്രേം കഥ, അതെ അത് തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം പറഞ്ഞ ഇത് തന്നെ. അപ്പോൾ ആ ഇതിലൊക്കെ ആണെങ്കിലും ആക്രോശം പുള്ളിക്ക് കൈവന്ന കലയാണ്. സണ്ണി ഡിയോളിന് ഇനി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മകനെയും അതിലേക്ക് ഒരു സ്റ്റെപ്പായിട്ട് പാരമ്പര്യം കൈമാറുന്നത് പോലെ ട്രെയിൻ ചെയ്ത് ഈ സിനിമയ്ക്ക് അത് എടുക്കുന്നുണ്ട്. ടുവേർഡ്സ് ദ ക്ലൈമാക്സ് പുള്ളി മാറുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സണ്ണി ഡിയോളിന്റെ ക്യാരക്ടർ നായകനാണെങ്കിൽ കൂടെ പുള്ളിയും പുള്ളിയുടെ ഫാമിലി ആയിട്ടുള്ള പ്രീതീസിന്റെ വൈഫായിട്ട് വരുന്നുണ്ട്. ഏജ് ഇൻ റിവേഴ്സ് കെയർ എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ആ ഡിമ്പിൾ വെച്ചിട്ടാണ് പ്രീതീസിന്റെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നത്. എന്ത് സുന്ദരിയായിട്ടിരിക്കുന്നതെന്ന് അറിയാമോ, ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ആ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോയി അവരെ സ്ക്രീനിൽ കാണുമ്പോൾ. ഒട്ടും പ്രായ വ്യത്യാസം തോന്നുന്നില്ല. പണ്ട് എങ്ങനെ ദിൽസയിലൊക്കെ കണ്ടതോ അതിൽ നിന്നൊരു ചെറിയ ഒരു 2 വർഷത്തെയോ 3 വർഷത്തെയോ ഏജ് തോന്നുന്നത് പോലെ അങ്ങനെ മറന്ന് കണ്ടിരുന്നു പോയ ഒരു മുഖമാണ്. പക്ഷെ എന്താ പറയുക, ഇത്രയും വലിയ പാർട്ടീഷൻ നടക്കുമ്പോഴും ആൾക്കാർ മൂട്ടിന് തീ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്കാരി വളരെ ഫെയർ സ്കിന്നായി, എന്താ പറയുക, മൈക്രോ ബ്ലീഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള പുരികമൊക്കെ വെച്ചിട്ട് വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവരാണ് കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് വേണ്ടി പറയാം. അപ്പോൾ അതിനാടകീയമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള സംഭവം. പക്ഷെ ഇതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞു വന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഇവരെല്ലാം ഇവരുടെ ആ നെഗറ്റീവ് ഷെയ്ഡ്സ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ഈ കുടുംബം പാകിസ്ഥാനിലേക്ക് എത്തിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അവിടുത്തെ ഗവൺമെന്റ് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അത് അവിടുത്തെ പഴയ ഹിന്ദു ആൾക്കാരുടെ വീടുകളാണ്. അപ്പൊ അതിലെ ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെടുന്ന ഒരാളാണ് ഷബാന ആസ്മി. ആ സ്ത്രീയെ എങ്ങനെ മതപരിവർത്തനം ചെയ്യാം, ആ സ്ത്രീയെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഓട്ടിക്കാം എന്നുള്ള ചിന്തകളാണ് സണ്ണി ഡിയോളിന്റെ മനസ്സിലാണെങ്കിലും ഭാര്യയായിട്ടുള്ള പ്രീതി സിൻഹയുടെ മനസ്സിലാണെങ്കിലും മൂത്ത മകന്റെ മനസ്സിലും ഒക്കെ ഈ ചിന്തകൾ വരുന്നുണ്ട്. ആ മൂത്ത മകൻ ഒരു വലിയ കലാപം കണ്ട് സ്വന്തം എന്ന് കരുതുന്ന മുസ്ലിം സഹോദരങ്ങളും സഹോദരികളും മരിക്കുമ്പോൾ, അവർ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഉള്ള പുള്ളിയുടെ ദേഷ്യം, അമർഷം, ആ വികാരങ്ങളെല്ലാം വളരെ പച്ചയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഒരു നായകൻ എന്നുള്ളത് ഉപരി ഒരു ഗ്രേ ഷെയ്ഡ് ആദ്യം നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഒരു പക്ഷേ ഹിന്ദി സിനിമയിലെ ഒരു നായകന്മാരും അങ്ങനെ ചെയ്യാത്തതാണ്. ഇതുപോലത്തെ ഒരു സിനിമയിൽ അത് നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചു എന്നുള്ള ഒരൊറ്റ പ്ലസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ഭയങ്കര ഡ്രാമയായിട്ട് പോവുകയും ഇടയ്ക്കിടയ്ക്ക് സണ്ണിയോട് പോലീസ് സ്റ്റേഷനാവട്ടെ ആരായാലും പുള്ളി എടുത്തിട്ട് അലക്കും. പുള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാത്ത, ഇടി കിട്ടാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അവസാനം രാം നാം സത്യ ഹേ, ശബാന ആസ്മി ഒരു പോയിന്റിൽ മരിക്കുന്നു.
അങ്ങനെ ഒക്കെ പോകുന്ന ഒരു കഥ. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഒരു അപ്പോൾ അതിനോടനുബന്ധിച്ച് പാകിസ്ഥാനിൽ എങ്ങനെ ആ ഒരു കൂട്ടം ആ ലാഹോർ ഏരിയയിലുള്ള ആ ഒരു പർട്ടിക്കുലർ ടൗൺഷിപ്പിലുള്ള ആൾക്കാർ ഈ പ്രശ്നത്തിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു, മുസ്ലിം സഹോദരങ്ങൾ എങ്ങനെ ഒറ്റക്കെട്ടായിട്ട് വന്നിട്ട് ഒരു ന്യൂനപക്ഷം ഇവരെ ആ, മോശമായി കാണുന്ന, അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീ അവിടെ പാടില്ല, അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറയുന്ന ആ, ഒരു പറ്റം ആൾക്കാരെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ആ സിനിമ എങ്ങനെ അവസാനിക്കുന്നു, എന്ത് ആ, അതിന്റെ ഒരു മോറൽ എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഹെവി ഡ്രാമ, ഇങ്ങനെ കണ്ടിരുന്ന് കണ്ടിരുന്ന് വീണ്ടും ഡ്രാമ, ഡ്രാമയ്ക്ക് പുറത്ത് വീണ്ടും ഡ്രാമ, ഏച്ചുകെട്ടലുള്ള ഒരു സീൻ. പക്ഷെ ഇതിനകത്ത് ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷബാന ആസ്മിയുടെ അതായത് ആ വീട്ടിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങൾ വന്നിട്ട് ഇവരെ പിടിച്ച് ഇവർ ഇന്ത്യയിലോട്ട് പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞ് അവരുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറുമ്പോൾ ഷബാന ആസ്മി ഇങ്ങനെ നഞ്ചടിച്ച് വന്നിട്ട് റോഡിൽ വീഴും. അപ്പോൾ അവരുടെ കൈയുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ കീറിയിരിക്കുകയാണ്. അപ്പം ഒരു കൊച്ച് കുട്ടി അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ കണ്ടോ, എൻ്റെ ഈ മുറിവുകളൊക്കെ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പോലെ അവർ ഈ മുറിവൊക്കെ സണ്ണി ഡിയോളിനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ബേസിക്കലി അവർ അവരുടെ ഒരു ഇൻപുട്ടായിട്ട് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഹയസ്റ്റ് നാഷണൽ അവാർഡ് വിന്നറാണ് അവരുടെ എല്ലാ സിനിമകളും. ഈ അടുത്ത് ഡബ്ബ കാർട്ടിൽ വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊക്കെയുള്ള അവരുടെ പെർഫോമൻസ്, അവരുടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ആ ഒരു കൺവിൻസിങ് ഇതുണ്ട്. പക്ഷേ എഴുതി വെച്ചിരിക്കുന്ന സീനുകളെല്ലാം ഭയങ്കര നാടകീയതയാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ചില നാടകങ്ങളുടെ നിലവാരങ്ങളാണ്. ഒരുപക്ഷേ ഈ സിനിമ വേറെ പ്രേക്ഷകർക്കൊക്കെ വേറെ ലെവലിൽ തോന്നിയിട്ടുണ്ടാവാം. എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ്, ഇങ്ങനെ ഇത് എപ്പോൾ തീരും, ഇതിൻ്റെ അവസാനം എന്താണ് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ ഗുഡ്ഡു ഭയ്യ ഇല്ലേ, നമ്മുടെ മിർസാപൂറിലെ ഗുഡ്ഡു ഭയ്യ, പുള്ളി ഇതിനകത്തുണ്ട്. അങ്ങനെ കുറച്ച് അധികം കഥാപാത്രങ്ങൾ. അതൊക്കെ തന്നെ എനിക്കങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു പക്ഷേ ആവാരപ്പന്നോ അങ്ങനെ ഒരു പടവും കൂടെ ഇമ്രാൻ ഹഷ്മിയുടെ ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ട്രെയിലറിൽ അതൊരു കൊറിയൻ പടത്തിൻ്റെ ഇൻസ്പിറേഷനാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടും അത് തന്നെ ആയിരിക്കും. മറ്റൊരു കൊറിയൻ സിനിമ അല്ലെങ്കിൽ ഒരു കൈ നിന്നിട്ട് കുളവാക്കും എന്ന് വിചാരിച്ചാൽ അതിന് ഞാൻ തല വെച്ചില്ല. ഇമ്രാൻ ഹാഷ്മി മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ തോന്നി. കാരണം ഡ്രാമയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു 90കളിലെ മേക്കിംഗ്, റിയാക്ഷൻ ഷോട്ട്സിൻ്റെയൊക്കെ അതിപ്രസരം അങ്ങനെയൊക്കെ തോന്നിയ എന്നെ ഭയങ്കര അങ്ങനെ ടച്ച് ചെയ്യാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.